ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കി ഇ.പി. ജയരാജന്റെ ആത്മകഥ. പാലക്കാട്ടെ സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരൻ അവസരവാദിയാണ് എന്നതടക്കം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ അടങ്ങിയതാണ് പുസ്തകം. വിവാദമായതോടെ പുസ്തകം പുറത്തിറക്കുന്നത് DC ബുക്സ് നീട്ടിവച്ചു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നാണ് ഇ.പി.യുടെ ആത്മകഥയുടെ പേര്. പുസ്തകത്തിൽ സിപിഎമ്മിനെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ പലതുണ്ട്. കോൺഗ്രസ് വിട്ട് സിപിഎമ്മിലെത്തി പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുന്ന പി സരിൻ അവസരവാദിയാണെന്ന് പുസ്തകത്തിൽ പറയുന്നു. സ്ഥാനമാനങ്ങൾക്കായി വരുന്നവർ വയ്യാവേലിയാവുമെന്ന് EMSനെ ഉദ്ധരിച്ച് ചൂണ്ടിക്കാട്ടുന്നു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിൽ പ്രയാസമുണ്ട്. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുണ്ടായ കൂടിക്കാഴ്ച പാർട്ടിയിൽ ചേരാനായിരുന്നില്ല, അത് വ്യക്തിപരമായിരുന്നു. കൂടിക്കാഴ്ച വിവാദമാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ശോഭാ സുരേന്ദ്രൻ തന്നെപ്പറ്റി പറഞ്ഞത് പച്ചക്കള്ളമാണ്. CPM തന്നെ മനസ്സിലാക്കിയില്ല. താൻ മരിക്കും വരെ CPM ആയിരിക്കും. ദേശാഭിമാനി ബോണ്ട് വിവാദം വഷളാക്കിയത് പാർട്ടിയിലെ വിഭാഗീയതയാണ്. VS അച്യുതാനന്ദൻ അത് ആയുധമാക്കി. തുടങ്ങി വിവിധ വിഷയങ്ങൾ പരാമർശിക്കുന്നതാണ് പുസ്തകം. അതേസമയം പുസ്തകത്തിന്റെ ഉള്ളടക്കം വിവാദമായതോടെ EP നിഷേധ പ്രസ്താവനയുമായി രംഗത്തെത്തി. ആത്മകഥ താൻ എഴുതി തീർന്നിട്ടില്ലെന്നായിരുന്നു ആദ്യ പ്രതികരണം. താൻ എഴുതി ടൈപ്പ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. DC ബുക്സും മാതൃഭൂമി ബുക്സും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ആർക്കും ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നായിരുന്നു വിശദീകരണം. എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് DC സ്ഥിരീകരിച്ചതോടെ EP വെട്ടിലായി. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവന്നത് പാർട്ടിക്ക് ക്ഷീണമായെന്ന് വിലയിരുത്തലുണ്ടായതിനു പിന്നാലെ പുസ്തകം പുറത്തിറക്കുന്നത് നീട്ടിക്കൊണ്ട് DC ബുക്സിന്റെ അറിയിപ്പ് വന്നു. നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നം എന്ന കാരണമാണ് DC പറയുന്നത്. ഇതോടെ തത്കാലം രക്ഷപ്പെട്ടെങ്കിലും പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവന്നതോടെ പാർട്ടി പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇത് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ സാധ്യതയെ ബാധിക്കും എന്ന വിലയിരുത്തലാണ് LDFനും CPMനും ഉള്ളത്. പാർട്ടിയിൽ EP-യുടെ നില കൂടുതൽ പരുങ്ങലിലാകാനും സംഭവം വഴിവെച്ചേക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.